HVACയുടെ HVയിലോട്ട് വരുന്ന വാൽവ് കണക്ഷൻ യൂണിറ്റാണ്. ഇത് റെഡിമെയ്ഡായിട്ട് വരുന്നതാണ്. ഇപ്പം എല്ലായിടത്തും ഇതൊക്കെ ഈ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോഴത്തെ സ്പേസ് കുറച്ച് മതി, ഇതൊരു വർക്ക് ഈസിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. മെയിൻ്റനൻസ് ഇതൊക്കെ ഫ്രീ ആണ്. ഇതിൽ വന്നേക്കുന്നത് ഇത് സപ്ലൈ ലൈൻ ഉണ്ട്, റിട്ടേൺ ലൈൻ ഉണ്ട്. സപ്ലൈ ലൈനിൽ ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്, റിട്ടേണിലും വാൽവ് കൊടുത്തിട്ടുണ്ട്. ഇതിന് 3 ഓപ്ഷനുകളാണ്. ഇപ്പം ക്ലോസ് പൊസിഷനാണ് കിടക്കുന്നത്. ഇട്ട് കഴിഞ്ഞാൽ റിട്ടേൺ പാസിംഗ് പോകും. ക്ലോസ്, ഓപ്പണ്, ഇത് വന്നിട്ട് ബൈപ്പാസ്. അപ്പോൾ ഈ സൈഡ് ക്ലോസ് ആയി, ബൈപ്പാസ്സായി. അതുപോലെ ഇപ്പോൾ ഇത് ബൈപ്പാസാണ്. വെള്ളം ഇതുവഴി കയറി തിരിച്ച് റിട്ടേൺ പോകും. യൂണിറ്റിലേക്ക് വെള്ളം പോകില്ല, അതിനുവേണ്ടിയുള്ളതാണ്. അതുകൂടാണ്ട് സപ്ലൈ ലൈൻ കയറി വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റെയിനറുണ്ട്. ഈ ഒരു സ്റ്റെയിനറും പിന്നെ ഒരു ഡ്രെയിൻ പോയിന്റും ഇൻബിൽഡായിട്ട് വരുന്ന സാധനമാണിത്. അത് കഴിഞ്ഞ് ലൈൻ നേരെ ഫ്ലെക്സിബിൾ കയറുന്നു. യൂണിറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു മോട്ടറൈസ്ഡ് വാൽവ് വരും, ആക്ച്വേറ്റർ വാൽവ് അല്ലെങ്കിൽ ബാലൻസിങ് വാൽവ് എന്നൊക്കെ പറയും. അതിവിടെ വരും. അത് ഇവിടെ ഈ ഒരു ക്യാപ്പ് അഴിച്ചിട്ട് ഒരു ആക്ച്വേറ്റർ മോട്ടർ സെറ്റ് ചെയ്യാനുണ്ട്. 2 ടെസ്റ്റ് പോയിന്റും ഉണ്ട്, ആദ്യം റിട്ടേൺ പോരും. 2 ഫ്ലെക്സിബിൾ ഉണ്ട്, യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇതിൽ വരുന്ന വൈബ്രേഷൻ യൂണിറ്റ് കയറാതിരിക്കാനും യൂണിറ്റിലുണ്ടാകുന്ന വൈബ്രേഷൻ ലൈനിലേക്ക് വരാതിരിക്കാനുമായിട്ട് ഫ്ലെക്സിബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഈസിയാണ് കണക്ട് ചെയ്യാനും. ഇവിടെ എക്സിനിപ്പിൾ ഉണ്ട്, ഈ എക്സിനിപ്പിൾ അഴിച്ചിട്ട് യൂണിറ്റിലേക്ക് കണക്ട് ആക്കും. അതുപോലെ ഇതിന് 2 പാക്കിംഗ് കവർ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിൽ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ നടക്കത്തില്ല, സ്പേസ് കിട്ടത്തില്ല ഇൻസ്റ്റലേഷൻ. അപ്പോൾ ഇത് ഒരു പാക്കിംഗ് കേസിനകത്താണ്. തെർമോക്കോളിൻ്റെ ഒരു കേസാണ് ചെയ്തത്. ഒരു കേസ് ഇവിടെ ഉണ്ട്, ഒരു കേസ് ഇവിടെ ഉണ്ട്. ഇത് മേളിൽ വരുന്നതാണ്. ഒരു സപ്ലൈ ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ഉണ്ട്. DN20 മുക്കാലിൻ്റെയാണിത്. ഇത് താഴെ വരുന്നതാണ്. ഈ ഒരു ഗ്യാപ്പിലേക്ക് ഈ ഒരു ഡ്രെയിൻ്റെ പോയിന്റ് അത് ഇറങ്ങിപ്പോയി. മോട്ടർ വിട്ടിട്ട് ഇവിടെ സീറ്റിംഗ് ആവും. വാൽവ് ഇവിടെ ആയിരിക്കും. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു പീസ് വരും. അത് കഴിഞ്ഞ് ഇതിന് മുകളിൽ സീറ്റിംഗ് ആയിരിക്കും. ഇവിടെ ഒരു കവർ വരും, മോട്ടർ വെക്കുന്നത് വേറൊരു കവർ വരും. ഡ്രെയിൻ്റെ പോയിൻ്റ് അവിടെ വേറൊരു കപ്പ് പോലെ ഒരു കവർ വരും. സീറ്റിംഗ് ആവും ഫുള്ളായിട്ട്. ഇതിന് നമ്മൾ മേളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ റാഡ് അടിച്ചിട്ടുണ്ട്. റാഡുണ്ട്, സോട്ടർ ചാനലുണ്ട്. സോട്ടർ ചാനൽ വെച്ചിട്ട് അതിലേക്കാണ് ഈ ബോക്സും ഇതും കൂടെ സെറ്റ് ചെയ്ത് മെഷീൻ ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. മെഷീൻ 2 പോയിന്റ് ഉണ്ട്, അതായിട്ടിട്ട് അതിലേക്ക് നമ്മൾ ഈ ഫ്ലെക്സിബിൾ കണക്ട് ചെയ്യും. പൈപ്പ് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ടെസ്റ്റിങ് കഴിഞ്ഞ് ഡെമ്മി കഴിച്ചിട്ടുണ്ട്. ടെസ്റ്റിങ് കഴിഞ്ഞാണ് അതിന് ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട്. തെർമോക്കോൾ ഇൻസ്റ്റലേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് ഹാങ് ചെയ്യുന്ന ഇവിടെയാണ്. അപ്പോൾ ഇത് ഫ്ലെക്സിബിൾ ഇടുന്ന നിപ്പിളാണ്. മെഷീൻ 2 ഉണ്ട്. അത് ടഫ്ലിങ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ക്യാപ്പ് അഴിച്ച് മാറ്റും. ഈ 2 ക്യാപ്പ് പൊടിയൊന്നും കയറാതെ വന്നിരുന്നതാണ്. 2 ക്യാപ്പ് അഴിച്ച് മാറ്റും. അതുപോലെ ഈ ഇത് ഇവിടെ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെറ്റ് ചെയ്ത് ടൈറ്റിങ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് ആയിട്ട് ഓറിങ് ഉണ്ട് ഇവിടെ. ഇതിപ്പോൾ നമ്മൾ ഇടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ താഴെ ഇറക്കണം. ആ പൈപ്പ് സെറ്റ് ചെയ്തിരിക്കുന്ന പൈപ്പ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും, ഒന്നുകൂടെ അടിക്കേണ്ടി വരും. അപ്പോൾ ഇത് ടൈറ്റ് കൂടെ നമ്മൾ ടൈറ്റ് ചെയ്യുന്നു. ഇത് 2 ഇടത്തും ഇത് ഫ്ലെക്സിബിൾ ഉണ്ടാകുന്ന 2 നിപ്പിൾ എക്സ്റ്റനിപ്പിൾ ഉണ്ടാകുന്നു. അതുകൂടെ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്കാണ് ഫ്ലെക്സിബിൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഫ്ലെക്സിബിളും ആ ഇതിൻ്റെ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് വന്നിട്ട് 1 ടണ്ണിൻ്റെ HCO ആണ്. ഇത് 400 CFM-ൻ്റെയാണ്. 1 ടണ്ണാണ്. സാധാരണ BTU വഴി വരാറ്. BTU വന്നു കഴിഞ്ഞാൽ 1200 BTU വരും. അതാണ് 1 ടണ്ണ്. ഇതിലിപ്പം CFM-ൻ്റെ കണക്ക് കഴിക്കുക 400 CFM വിട്ട് കഴിഞ്ഞാൽ 1 ടണ്ണാണ്. 800 CFM വന്നു കഴിഞ്ഞാൽ 2 ടണ്ണ് വരും. 1 ടണ്ണിൻ്റെയാണ്. അപ്പോൾ ഇത് വാൽവ് സെറ്റ് ചെയ്തിട്ട് അടുത്ത ഭാഗം കാണിക്കാം. ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. യൂണിറ്റുമായിട്ട് ഫ്ലെക്സിബിൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. 2 ഇടത്തും കണക്ട് ചെയ്ത് ബെൻഡ് ചെയ്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. 2 ബെൻഡ് ചെയ്ത് സപ്ലൈ താഴോട്ട് പോയി റിട്ടേൺ മേളിൽ നിന്ന് വന്ന് റിട്ടേണിൽ പോയി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബോക്സ് കാണിച്ച ബോക്സ് വരുന്ന. ഇതാണ് ഇതിന് സീറ്റിംഗ് ആയിരിക്കും. ഇതിന് മേളിൽ ഇനി ഒരു ഇവിടെ വരാനുണ്ട്. ഈ ഫോട്ടോ ചാനലിൻ്റെ പൊക്കറ്റ് ഇവിടെ സെറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഫുള്ള് ഇതിനകത്ത് കവറുഡ് ആയിരിക്കും. മേളത്തെ കവർ ഞാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ബോക്സ് വരുന്നത്. അതായത് ഇൻസ്റ്റലേഷൻ ഈ ബോക്സ് തന്നെയാണ് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ആയിട്ട് നിൽക്കുന്നത്. സീറ്റാകുമ്പോൾ കവറെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ടേപ്പ് അടിച്ച് സീൽ ചെയ്യും. സപ്പോർട്ടാണ് സെറ്റ് ചെയ്യും. അപ്പോൾ ആ മെഷീൻ്റെ അടുത്ത് തന്നെ ഇത് സെറ്റ് ചെയ്യും.